ഹലോ ഫ്രണ്ട്സ്, ഞാൻ അദ്വൈറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അതായത് ഞാൻ ഇന്ന് വന്നേക്കണ കുറച്ച് ദിവസം മുമ്പേ ഞാൻ ഒരു CP+ ഒരു ക്യാമറയുടെ ഞാൻ ഒരു റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. റിവ്യൂ അല്ല, ഒരു ചാനലിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അൺബോക്സിങ്ങിൻ്റെ. അതിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോഴേ പിന്നെ ചിലവർക്കൊക്കെ ഒരു സംശയമൊക്കെ തോന്നുമായിരിക്കും. അതായത് നമ്മൾ ഈ ZypCam+ൽ നമ്മൾ നെക്കുമ്പോൾ, ഇനിയിപ്പോൾ ഞാൻ നെക്കി കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. ഇത് ഞാൻ വീടിൻ്റെ അകത്താണ് ഞാൻ വെച്ചേക്കണത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ തന്നെ കാണുള്ളൂ. അത് നമുക്ക് പ്രശ്നമല്ല. ഞാൻ ഒന്ന് ചരിച്ച് തരാം ചേട്ടാ. ചരിയടാ ചരിയാനായിട്ട് ഇത് ഇട്ടുണ്ടായി. ചരിയാത്ത എന്താ? അപ്പം ഞാൻ അതിലേക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പം എനിക്കിതിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. ഒരു വ്യൂയുടെ ഇത് മാത്രമേ എനിക്ക് കിട്ടുകയുള്ളൂ. ഇതല്ല, ഇതിൻ്റെ കൂടാതെ നമുക്കിവിടെ ആഡ് ചെയ്ത് നമ്മൾ കയറ്റി ഇതേപോലത്തെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം നമ്മൾ കയറ്റി കഴിഞ്ഞപ്പോൾ നമുക്കിത് ഇത്രയും സാധനങ്ങൾ നമ്മൾ കയറ്റി. ഇതെല്ലാം നിങ്ങൾക്ക് ഇതിപ്പോൾ ക്യാമറയുടെ ഇത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ലൈറ്റിങ്ങിൻ്റെ ഉണ്ട്, സെൻസേഴ്സിൻ്റെ ഉണ്ട്, ഡോർബെല്ലിൻ്റെ ഉണ്ട്, ഇലക്ട്രിക്കൽ എന്താണെന്ന് എനിക്കറിയില്ല. ഡാഷ് ക്യാമറയും ഉണ്ട്. ഡാഷ് ക്യാമറയും ഇലക്ട്രിക്കൽ, ഡോർബെല്ല്, സെൻസേഴ്സ്, പിന്നെ ലൈറ്റുകളൊക്കെ ഓണാവാനും ഓഫാവാനും, അല്ലെങ്കിൽ ഒരു PIR സെൻസർ വെച്ച് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയൊരിത്. അതും പിന്നെ ക്യാമറയുടെ ഇത് വെച്ച്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം, അപ്പോൾ എനിക്ക് ഈ ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണും. ഞാനിത് കാണിച്ചുകൊണ്ടിരുന്നതിന് സമയം പോകും. അപ്പം ഞാൻ ഇതെല്ലാം ഓൺ ചെയ്തപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത്രയും ഇത് ഞാൻ പറഞ്ഞ പോലെ എല്ലാം അപ്പം നിങ്ങൾക്ക് എല്ലാം ഒന്നിച്ച് കാണണം എന്നൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇത്രയും ഓരോന്നായിട്ട് എടുത്ത് പോകുമ്പോൾ സമയമൊക്കെ പോകും. അല്ലെങ്കിൽ ഇത് മറ്റേതിലെന്താ നടക്കണം, ഇതിലെന്താ നടക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ ഈ ഒരു വ്യൂ എടുക്കണം. അതായത് ലൈവ് വ്യൂ എന്ന് പറയണത് ഒരു ഹോമിൻ്റെ ബട്ടൺ നെക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു ലൈവ് വ്യൂ എന്നും പറഞ്ഞുള്ളൊരു സാധനമുണ്ട്. അതിൽ നമ്മൾ മൾട്ടി വ്യൂ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ഈ ഒരു ഡിവൈസ് ആഡ് ചെയ്തു. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് 1 2 3 4 5 6 എത്ര ക്യാമറ ഉള്ള അത്രയും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ഒരെണ്ണേ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും വ്യൂ കാണുന്നു. എനിക്കിപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാൻ വന്ന കാര്യം. പിന്നെ നിങ്ങൾക്ക് ഓരോ ഇതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തകരാറ്, ആരെങ്കിലും എന്തെങ്കിലും മോഷ്ടിക്കണയോ എന്നൊക്കെ ഉള്ള തെളിവ് നമുക്കിവിടെ ഒരു ക്യാമറ നമുക്കിവിടെ എടുത്ത് ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ഇത് ആദ്യത്തെ ക്യാമറ. ഇതെല്ലാം നിങ്ങൾക്ക് രണ്ടാമത്തെ ക്യാമറയിലത്തെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്യാമറയിൽ ഞാൻ നിൽക്കാനുള്ളത് അങ്ങനെ പോകും. രണ്ടാമത്തെ ക്യാമറയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പുറത്ത് നിൽക്കിയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്നാപ്ഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസിലേക്ക് നിങ്ങൾക്കത് സേവ് ആയി കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഓരോ ഡയറക്ഷൻ നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അത് മറ്റേലൊക്കെ ഉണ്ട് കേട്ടോ. ഡയറക്ഷൻ മാറ്റാനായിട്ട് ഇങ്ങോട്ടും ഇത്തിരി പ്രസ് ചെയ്യണം, ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ മാറ്റാം. നിങ്ങൾക്ക് പൊസിഷൻസൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഇതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഒരേ ഒരു ഫോൾഡറാണിത്. 1:1 എന്ന് പറയുക 1/1 എന്ന് പറയണത് ഒരു ഫോൾഡറാണ്. ഇതിപ്പം 4 ചുറ്റിലുണ്ടെങ്കിൽ ആ 4 ചുറ്റിലും, പിന്നെ 3 ഭാഗത്തുണ്ടെങ്കിൽ ആ 3 ഭാഗത്തിൻ്റെയും ആയിട്ട് കിട്ടും. 3 അല്ല, നിങ്ങൾക്ക് 10 ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഫോൾഡർ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. 2 3 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 3 4 5 അങ്ങാണ്ട് ഡിവൈഡ് ചെയ്ത് പോകും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് പോവാം.
പിന്നത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ എന്ന് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻസ് ഉണ്ട്, കോൾ ചെയ്യാനോ അല്ലെങ്കിൽ അതെ. അടിപൊളി. ഇത് ഞാൻ ഒരെണ്ണത്തിൻ്റെ വരും അടിപൊളിയിലായത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. CP+ നിങ്ങൾ എടുത്തതിന് ഇങ്ങനത്തെ ഓരോ ഇതൊക്കെ കിട്ടും. ഞാൻ ഉണ്ടല്ലോ ഒരു സെബ്രോണിക്സിന് അങ്ങനെ എന്താ അടിച്ചപ്പോൾ അങ്ങനത്തെ ഇതായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ അതിൽ വെച്ച് നോക്കിയപ്പോൾ ഇതിലേപോലെ ഇങ്ങനെ ലൈവ് വ്യൂ ഒന്നും കിട്ടൂല. അത് ഒറ്റ ക്യാമറ ആയിട്ടേ കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് 16 ക്യാമറകളും നിങ്ങൾക്ക് വയ്ക്കാം. 16 അല്ല 15 ക്യാമറ ഇനി വയ്ക്കാം. ഒരെണ്ണം കിടപ്പുണ്ടല്ലോ. ഒരെണ്ണം കിടക്കണമുണ്ട്. ഒരെണ്ണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. 4 9 എന്നുണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. നിങ്ങൾ സെലക്ട് ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു. നിങ്ങൾക്ക് മിണ്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ പിടിക്കുക. ടോക്ക് ടോക്ക് ടോക്ക്. ശരി, ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല കുറച്ചെങ്കിലും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബാക്കി ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം. ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ഇടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് കിട്ടുക. നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടോ. കമൻറ്റ് ബോക്സൊക്കെ വെറുതെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ഇടാൻ മറക്കരുത്. പിന്നെ എന്തെങ്കിലും ചില്ലറ ചെറിയ ഒരു ഐറ്റം ആണെങ്കിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ
അത് ഇതിൽ കൂടെ അയക്കുക. നമ്മളത് കമൻറ്റിൽ കൂടെ നമ്മൾ റിപ്ലൈ തിരിച്ചങ്ങോട്ടും തന്നേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.